ഈ മണ്ണും ഈ രാജ്യവും ഒരിക്കൽ കൂടി പറയുന്നു, ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, നമ്മുടെ എല്ലാവരുടെയും വകയാണ്. ഈ നിർദ്ദേശിത രാജ്യസഭാ അംഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. തെരഞ്ഞെടുത്ത് ഉത്തരവാദിത്വം പേറുന്ന ആൾക്കാർ പോലും എന്താ ചെയ്തതെന്ന് വ്യക്തമല്ലാത്ത ഒരു രാജ്യം ആണ് നമ്മുടേത്. സംസ്ഥാനം പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല, അല്ലേ? വെറും വാചകവും തള്ളും, പിന്നെ സഞ്ചരിക്കുന്ന രാക്ഷസ വാഹനത്തെയും ചെളിയിൽ നിന്ന് തള്ളിക്കയറ്റുക, നല്ല തമാശകളൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ ആർക്കും പറ്റാവുന്നതാണ്. അങ്ങനെയുള്ള വാഹനങ്ങൾ, ആ വാഹനത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഒന്നുമില്ല. പക്ഷേ ചില നിശ്ചയങ്ങളാണിത്, അവർക്കുള്ള ചില സൂചനകളാണ്. ഈ പണമെല്ലാം കൂടെ എടുത്ത് ആൾക്കാർക്ക് ആ പെൻഷൻ കൊടുത്താൽ മതിയായിരുന്നു, അവരുടെ പ്രാർത്ഥനയെങ്കിലും ഉണ്ടാകും, അല്ലേ? ഇത് പാർട്ടിയെ കനപ്പിക്കാനും പാർട്ടിയിലെ വ്യക്തികൾ നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവരെയൊക്കെ കനപ്പിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ചെലവ് അല്ലെങ്കിൽ ധൂർത്തമായി നടക്കുന്നു. പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ അവരുടെ പങ്ക് വഹിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ നമ്മൾ ജനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ അവരെ നാവെടുക്കാൻ അനുവദിക്കാത്തത്. പ്രതിപക്ഷം ഏത് പാർട്ടിയും ആയിക്കോട്ടെ, പ്രതിപക്ഷമാവണം ജനങ്ങളുടെ ശബ്ദം. ആ ശബ്ദം ഉയർത്തുന്ന പ്രതിപക്ഷം ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ശരി തന്നെ ജനങ്ങൾ അകമഴിഞ്ഞവരെ പിന്തുണയ്ക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയാണവർ ആ വണ്ടിയുടെ മുമ്പിൽ ചാടിയതും, നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ അവരാ തല്ലുകൊണ്ടതും എന്ന് ആശുപത്രികളിൽ കിടക്കുന്നതും. അത് കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരായതുകൊണ്ട് എനിക്ക് അവരോട് ദൂരം കൽപ്പിക്കണമെന്ന് ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെയും എനിക്ക് അങ്ങനെ പറയുന്നവരോട് മാത്രമേ എനിക്ക് ദൂരം കൽപ്പിക്കാനൊക്കൂ. നമസ്കാരം. ഇന്നലെ പാലക്കാട് നടന്ന ഒരു ചടങ്ങിൽ വെച്ച് സുരേഷ് ഗോപി പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരെ പിണറായിയുടെ മുന്നിലിട്ട് ചെടിച്ചട്ടി കൊണ്ടും അതേപോലെ ഹെൽമറ്റ് കൊണ്ടും തലയ്ക്കടിച്ച് കൂട്ടം കൂടി ആക്രമിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് പിണറായി എന്ന് പറയുന്ന ഭീകരൻ്റെ യഥാർത്ഥ മുഖമാണത്. അദ്ദേഹം ആസ്വദിക്കുകയാണ്. അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് എനിക്കുള്ളത്. ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അംഗീകരിക്കുന്നില്ല. ആരെതിർത്താലും വേണ്ടില്ല, ആരിതിനെ അനുകൂലിച്ചാലും വേണ്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി തന്നെ എന്നെ ധിക്കരിച്ചാലും വേണ്ടില്ല, എനിക്കത് പ്രശ്നമേ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ, അദ്ദേഹം സത്യത്തിൻ്റെ മുഖത്താണ് നിൽക്കുന്നത്, സത്യത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, രാഷ്ട്രീയത്തിൽ സത്യസന്ധത വേണമെന്ന് കൃത്യമായി പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. പിണറായി വിജയൻ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മിണ്ടാതിരുന്ന ആളുകളാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള BJP നേതാക്കന്മാർ. എന്നാൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിയോടൊപ്പം നിന്നു. പാർട്ടിയേക്കാൾ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിയോടൊപ്പം നിന്നത്. CPM അണികളടക്കം, കോൺഗ്രസ് അണികളടക്കം, BJP അണികളടക്കം എല്ലാ മേഖലകളിലുള്ള ആളുകൾ സുരേഷ് ഗോപി പിന്തുണയുമായി വന്നു. അത് കോഴിക്കോട് കൃത്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മേഖലകളിലുമുള്ള സ്ത്രീകൾ ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകിയതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് അതിലേറ്റവും തിരിച്ചടി കൊടുക്കാൻ പറ്റിയത്. അല്ല BJPയുടെ നേതാക്കന്മാരുടെ പിന്തുണയല്ല. ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് പരസ്യമായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപിയോട് ചെയ്തത് അനീതിയാണ്, ഇത് കള്ളക്കേസാണെന്നുള്ളത്. ഇപ്പോഴിതാ സുരേഷ് ഗോപി തക്കതായി കൃത്യസമയത്ത് പ്രതികരിച്ചിരിക്കുന്നു. BJPയുടെ ഇരട്ട മുഖത്തിന് എന്നെ കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആര് തെറ്റിയതാലും ഞാൻ വിളിച്ചു പറയും, അതിൽ പാർട്ടി നോക്കില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ കൂട്ടം കൂടി CPMകാർ ഭീകരമായി മർദ്ദിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിനർത്ഥം മിണ്ടാതിരിക്കുന്ന കെ സുരേന്ദ്രനും വി മുരളീധരനുമുള്ള മുന്നറിയിപ്പാണ്. എനിക്ക് BJPയിൽ നിൽക്കണമെന്നൊന്നും ആഗ്രഹമില്ല. എവിടെയാണോ സത്യം ഞാൻ ആ ഭാഗത്ത് നിൽക്കും, ജനങ്ങളോടൊപ്പം നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല. അതിൻ്റെ അർത്ഥം കേരളത്തിലെ BJPയിലെ നേതാക്കന്മാർക്ക് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇത്തരം അനീതികൾക്കെതിരെ ശക്തമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും.
ഞാൻ എല്ലാ സത്യത്തിൻ്റെ കൂടെയാണ്, അനീതിയുടെ കൂടെയാണ്, ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. BJP നേതൃത്വം കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ്റെ ആസനം താങ്ങികളായി ലാവ്ലിംഗ് കേസ് അടക്കമുള്ള കേസുകൾ അട്ടിമറിക്കുകയാണ്. നമുക്കറിയാം 60 തവണയാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി 6 കൊല്ലമായി അമിത്ഷായെ കൊണ്ട് V മുരളീധരനും K സുരേന്ദ്രനും മാറ്റിവെപ്പിച്ചിട്ടുള്ളത്. അതായത് 37 തവണ രജിസ്ട്രി ബെഞ്ച് വഴിയും 23 തവണ രജിസ്ട്രി വഴിയും അങ്ങനെ 60 തവണയാണ് ലാവ്ലിംഗ് കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് 6 കൊല്ലം മുമ്പ് ഈ കേസ് എടുത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്നോ അകത്താണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് 2020 ഉണ്ടായതാണ്. അവിടെ പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്ന് പറഞ്ഞത് ആരാണ്? K സുരേന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ മകൾ പ്രതിയാണെന്ന് പറഞ്ഞ ആരാണ്? K സുരേന്ദ്രനാണ്. ഡോളർ കടത്തി എന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരും പേര് വിളിച്ചു പറഞ്ഞത് K സുരേന്ദ്രനാണ്. പിന്നെ എന്തേ മിണ്ടാതായിപ്പോയി? ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ K സുരേന്ദ്രനും V മുരളീധരനും? മിണ്ടില്ല. കാരണം K സുരേന്ദ്രനും V മുരളീധരനും യൂസഫ് അലിയും പിണറായിയും കൂടിയുള്ള ഒരു അച്ചുതണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ എന്ത് കച്ചവടം ചെയ്താലും അതിൻ്റെ ഓഹരി യൂസഫ് അലി വഴി കൃത്യമായിട്ട് നമ്മുടെ V മുരളീധരനും അതേപോലെ K സുരേന്ദ്രൻ ലഭിക്കും. ഡൽഹിയിൽ നടക്കുന്ന എന്ത് കാര്യം പിണറായി വിജയന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നാൽ എല്ലാം രക്ഷിച്ചു കൊടുക്കുന്നത് K സുരേന്ദ്രനും V മുരളീധരനും കൂടിയാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 67 സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ആൾക്കാരാണ് BJP. അത് RSS തന്നെ സമ്മതിച്ചിട്ടുണ്ട്. 27 സ്ഥലങ്ങളിൽ BJP വോട്ട് കൊണ്ടാണ് CPM സ്ഥാനാർത്ഥി, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. ഇവിടെ രാജീവടക്കം, കളമശ്ശേരിയിൽ രാജീവടക്കം വിജയിച്ച് രക്ഷപ്പെട്ടത് ആ രൂപത്തിലാണ്. അല്ലായിരുന്നെങ്കിൽ 72 സീറ്റുകൾ മാത്രമേ ഇടതുപക്ഷം വിജയിക്കുമായിരുന്നുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ CPM-നെ സഹായിച്ച് കാശുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഇവിടെയുള്ള അവരുടെ കേസുകളെല്ലാം, നേതാക്കന്മാരുടെ കേസുകളെല്ലാം സുരക്ഷിതമാക്കുക, K സുരേന്ദ്രനെതിരെയും അതേപോലെ കുഴൽപ്പണ കേസും അങ്ങനെയുള്ള കാര്യങ്ങൾ അട്ടിമറിക്കുക എന്നുള്ള കാര്യമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള BJPക്ക് കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം വന്നപ്പോൾ മിണ്ടാൻ അവർക്ക് വായുണ്ടായിരുന്നില്ല. എന്നാൽ സുരേഷ് ഗോപിയാണ് അതിനെതിരെ ശക്തമായ രൂപത്തിൽ തൃശ്ശൂർ ഇറങ്ങിയത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി പദയാത്ര പ്രഖ്യാപിച്ച ശേഷമാണ് K സുരേന്ദ്രനും മറ്റുള്ള നേതാക്കന്മാർ അവിടെ എത്തിയത്. ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് സുരേഷ് ഗോപിക്ക് ശക്തമായി പിന്തുണ നൽകിയത്. അതായത് കേരളത്തിലെ BJPയിലെ 99% ആളുകളും ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നു. K സുരേന്ദ്രനെയും V മുരളീധരനെയും നിലപാടിനെ എതിർക്കുന്നു. അല്ലെങ്കിൽ അവന് മറുപടി പറയണം എന്തുകൊണ്ട് പിണറായി വിജയനെയും അതേപോലെ മുൻപത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെയും 3 മന്ത്രിമാരെയും അതേപോലെ പിണറായി വിജയന്റെ ഭാര്യ, മകൻ ഇവരെയെല്ലാം പിടിച്ചകത്താക്കിയില്ല. അവർക്കെതിരെ വ്യക്തമായി കൃത്യമായി സ്വപ്ന മൊഴി കൊടുത്തില്ലേ? എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടുമ്പോൾ എൻഫോഴ്സ്മെന്റ് വന്ന് അവിടെ റെയ്ഡ് നടത്തുകയും ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? ഇത്രയും തെളിവുകൾ ഭണ്ഡാകാരമായി പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടും ഒരു കോടതി വിധിയിൽ കൃത്യമായി മാസപ്പടി വിവാദത്തിൽ, കരിമണൽ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിണറായി വിജയൻ 3 കൊല്ലം കൊണ്ട് 60 കോടി രൂപ വാങ്ങിയെന്ന് മകൾ 1.25 കോടി വാങ്ങിയും കൃത്യമായ രേഖയുണ്ടായിട്ട് എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് തൊടാത്തത്? ഇവിടെയാണ് പിണറായി വിജയനും K സുരേന്ദ്രനും V മുരളീധരനും ഉള്ള അച്ചുതണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ കൊടുക്കാൻ വേണ്ടി കോഴിക്കോട് ശ്രമിച്ചത് എന്ന് സുരേഷ് ഗോപിക്ക് വ്യക്തമായിട്ട് അറിയാം. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഏത് മേലാളന്മാർക്കും എന്തു തോന്നിയാലും എനിക്ക് പ്രശ്നമല്ല, കാരണം ഞാൻ അനീതിക്കെതിരെയാണ്. ആ യൂത്ത് കോൺഗ്രസ്സുകാരെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുമ്പോൾ അത് എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് ഇവിടെ. അതും പിണറായി വിജയനാണ് അതിലെ യഥാർത്ഥ പ്രതിയായി വരേണ്ടത്. പിണറായി വിജയന്റെ താല്പര്യപ്രകാരമാണ് ആ ഗുണ്ടകൾ ആക്രമിക്കുന്നത്. അത് പിണറായി വിജയൻ ഇതാണ് രക്ഷാദൗത്യം എന്ന് പറഞ്ഞ് അതിനെ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം ആനന്ദിക്കുന്നു. കുട്ടികളെ തെരുവിലിട്ട് അദ്ദേഹം മുദ്രാവാക്യം വിളിച്ച് അത് കണ്ട് ആനന്ദിക്കുന്നു. അങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യനായി, ഭീകരനായ ഒരു മനുഷ്യനായി കേരളം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായി നീങ്ങേണ്ട BJP നേതൃത്വം മിണ്ടാതിരിക്കുകയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും എന്താ, ഒരാളെ കൊള്ളാക്കല ചെയ്യുമ്പോൾ കണ്ടിരിക്കാനാണ് ഈ പാർട്ടി? അതാണ് സുരേഷ് ഗോപി ചോദിച്ചത്. ഒരു കാര്യം വളരെ കൃത്യമായി സുരേഷ് ഗോപി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ, നിങ്ങൾ കൂടെ നിന്നാൽ ഞാൻ BJPയുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസിലേക്ക് പോകും. എനിക്ക് കോൺഗ്രസിലേക്ക് പോകുന്നതിന് ഒരു മടിയുമില്ല. ഇവിടെ എല്ലാ കാലത്തും നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം എന്നുള്ള ധാരണയൊന്നുമില്ല. ആരാണോ സത്യം ചെയ്യുന്നത്, ആരാണോ നീതി ചെയ്യുന്നത്, അവരെ കൂടെ നിൽക്കും. ഞാൻ മോഡിയെ വിശ്വസിക്കുന്നു. മോഡി നല്ലവനാണ്.
അതേപോലെ അമിത്ഷാ പിന്തുണ നൽകുന്നു. അതുകൊണ്ട് കാര്യമില്ല, കേരളത്തിലെ നേതൃത്വം മാറണം, മാറിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ BJP ഇട്ടിച്ച് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സുരേഷ് ഗോപിക്കുള്ള അത്ര പിന്തുണ ഒരാൾക്കും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രയും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം വളർന്നിരിക്കുകയാണ്. അദ്ദേഹം BJPയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ BJPയിലെ 90% ആളുകളും ഒഴുകി പോകും അദ്ദേഹത്തിന് കൂടെ. ഇതൊരു സത്യമാണ്. അദ്ദേഹം അത്രയും ജനങ്ങൾ, പ്രത്യേകിച്ച് BJP അണികൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ഇതേപോലെയാണ് ശോഭാ സുരേന്ദ്രനെയും. ശോഭാ സുരേന്ദ്രൻ ശക്തമായി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളെ എതിർക്കുകയാണ്, പച്ചയ്ക്ക് പറയുകയാണ്. അവരെയാണ് അംഗീകരിക്കുന്നത്. എന്നാൽ K സുരേന്ദ്രനും V മുരളീധരനും വാതുറക്കില്ല. കാരണം അവർ രണ്ടുപേരും കള്ളത്തരങ്ങൾ ചെയ്യുകയാണ്. അവർക്ക് കോടാനുകോടി രൂപ സമ്പാദ്യമുണ്ട്. അത് സുരക്ഷിതമായി യൂസഫ് അലിയുടെ പല പ്രോജക്റ്റുകൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ, K സുരേന്ദ്രൻ, V മുരളീധരൻ, അച്യുതണ്ട് കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ അച്യുതണ്ടുമായി നിൽക്കുന്നുകൊണ്ട് കേരളത്തിൽ പറ്റിക്കാമെന്ന്, ജനങ്ങളെ പറ്റിക്കാമെന്നാണ് ധാരണയെങ്കിൽ, BJP അണികളെ പറ്റിക്കാമെന്നാണ് ധാരണയെങ്കിൽ, കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ അട്ടിമറിക്കാനാണ് ധാരണയെങ്കിൽ എന്നെ കിട്ടില്ല എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.